ഇദ്ദേഹത്തിൻ്റെ പേര് മേരി പുന്നൻ ലൂക്കോസ്. ആരെങ്കിലും ഇപ്പോൾ ഓർമ്മിക്കുന്നുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. അപ്പം നമ്മുടെ മെഡിസിൻ്റെ വൈദ്യശാസ്ത്രത്തിൻ്റെ ചരിത്രം ഇങ്ങനത്തെ ചില ഓർമ്മിക്കലുകളും ഇങ്ങനെയുള്ള മറക്കലുകളും കൂടെയാണ്. ഇപ്പം മേരി പുന്നൻ ലൂക്കോസിനെ ആരും ഓർമ്മിക്കുന്നില്ല. മേരി പുന്നൻ ലൂക്കോസ് ഒരു വളരെ മിടുക്കിയായിട്ടുള്ള വിദ്യാർത്ഥിയായിരുന്നു. സ്കൂളിലൊക്കെ റാങ്കൊക്കെ കിട്ടിയ ആളാണ്. അത് കഴിഞ്ഞിട്ട് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് പ്രസിദ്ധമായിട്ടുള്ള യൂണിവേഴ്സിറ്റി കോളേജ്, അന്ന് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ പേര് മഹാരാജാസ് കോളേജ് എന്നാണ്. അവിടെ BSc സയൻസ് പഠിക്കാൻ വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്തു, അഡ്മിഷൻ വേണ്ടി BSc. അപ്പം പ്രിൻസിപ്പൽ പറഞ്ഞു, നിങ്ങൾക്ക് സയൻസ് പഠിക്കാൻ പറ്റില്ല, പെൺകുട്ടികൾ സയൻസ് പഠിച്ചാൽ ശരിയാവില്ല, നിങ്ങൾ ഹിസ്റ്ററി പഠിക്കുമെന്ന് പറഞ്ഞു. BA ഹിസ്റ്ററിക്ക് ചേർത്തു. അപ്പോൾ ഒരു BA ഹിസ്റ്ററി പാസ്സായി. അവിടെ റാങ്ക് ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഉള്ളിൽ സയൻസ് വേണമെന്നും വൈദ്യശാസ്ത്രം പഠിക്കണം എന്നൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അവർ പിന്നെ ഇവിടെ കേരളത്തിൽ കേരളമല്ല തിരുവിതാംകൂർ, ഇവിടെ സമയം കളയാതെ നേരെ കപ്പലിൽ കയറി ബ്രിട്ടനിൽ പോയി. അവിടെ പോയി മെഡിസിൻ പാസ്സായി. അതിനുശേഷം MRCOG ഉണ്ട്, അപ്പോൾ മെമ്പർഷിപ്പ്, റോയൽ കോളേജിൽ മെമ്പർഷിപ്പ് എടുത്ത് ഫുൾ ഗൈനക്കോളജിസ്റ്റായി. അതിനുശേഷം ഒരു അയർലൻഡിൽ പോയി പീഡിയാട്രിക്സിൽ ഡിപ്ലോമ എടുത്ത്, DCT എടുത്ത്. എന്നിട്ട് തിരിച്ചു വന്നപ്പോൾ ഇവിടെ തിരുവിതാംകൂറിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഒരുപാട് ക്വാളിഫിക്കേഷനുള്ള ഒരു ഡോക്ടറാണ്. ഇതൊക്കെ 1900-ലെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് തിരുവനന്തപുരത്ത് പ്രസിദ്ധമായിട്ടുള്ള ആശുപത്രി ഉണ്ടല്ലോ, സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി, അവിടുത്തെ ഗൈനക്കോളജിസ്റ്റായിട്ട് അവർ ജോലി ചെയ്തിരുന്നു. പിൽക്കാലത്ത് അവർ തിരുവിതാംകൂറിലെ സർജൻ ജനറലായി. സർജൻ ജനറൽ എന്ന് പറഞ്ഞാൽ ഒരു വലിയ പദവിയാണ്, ആരോഗ്യത്തിൻ്റെ ഏറ്റവും മേളത്തെ ആൾ. അപ്പോൾ സർജൻ ജനറലായപ്പോൾ അവർക്ക് 30 വയസ്സ് കണ്ടേ ഉള്ളൂ, 32 വയസ്സേ ഉള്ളൂ. ഒരുപക്ഷെ അമേരിക്കയിൽ ആദ്യത്തെ വനിതാ സർജൻ ജനറൽ ഉണ്ടാകുന്നത് മേരി പുന്നൻ ലൂക്കോസ് സർജൻ ജനറലായിട്ട് 50 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ആ ഒരു ഇത് മനസ്സിലാക്കണം. അവരാണ് നമ്മൾ മറന്നുപോയത്. നമ്മുടെ മറവിയൂടെ ചേർത്ത് വായിക്കുകയാണ്.